ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഫ്താബ് കെ അതുപോലെ തന്നെ നസ്രീൻ. രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്, അതേപോലെ തന്നെ ഓൺടർപ്രണേഴ്സ് ആണ്. ഇൻഡസ്ട്രിയിൽ ഇതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെ തന്നെ എഡ്യൂക്കേഷനിൽ നസ്രീൻ സ്പെഷ്യലൈസ് ചെയ്യുന്നു, അഫ്താബ് കെ അതേപോലെ തന്നെ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി അല്ലേ, അത് നമ്മൾ മെയിനായിട്ട് എക്സ്പ്രസോ ഗ്ലോബൽ. അപ്പം നസ്രീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏത് ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? ഇന്നിപ്പോ നെസൻകോന്റെ ബ്രാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് താല്പര്യം. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട്. യെസ്, ഇറ്റ്സ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി ബേസ്ഡ് ഔട്ട് ഓഫ് മലപ്പുറം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? നമ്മൾ ഒരു 7 months ആയി. 7 months ആയി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ജേണി? ഇറ്റ് വാസ് ഗുഡ്. എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് അല്ലാത്തൊരു കാര്യത്തിലേക്ക് എടുത്തിറങ്ങിയതായിരുന്നു. ബട്ട് ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് സംതിങ് ഇൻ മൈ ഹോം ടൗൺ വിച്ച് ഇസ് മലപ്പുറം. ആൻഡ് മലപ്പുറത്ത് അന്ന് ഞാനൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട്, വാട്ട് ഈസ് മോസ്റ്റ് ഇൻ ഡിമാൻഡ്, ആൻഡ് ഇറ്റ് കെയിം ഔട്ട് ടു ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ സംതിങ് ദറ്റ് സ്റ്റുഡൻസ് വോണ്ട് ടു പെർസ്യൂ. അപ്പോൾ അങ്ങനെ ഐ തോട്ട് എനിക്ക് ആ നോളജ് ഇല്ലെങ്കിലും എക്സ്പേർട്സിനെ കിട്ടുമല്ലോ നമുക്ക്. എക്സ്പേർട്സിനെ ഹയർ ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് ആൻഡ് ടുഡേ ഈസ് ഗോയിങ് ഓൺ റിയലി വെൽ. ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പിനെ മുന്നോട്ടെടുത്ത് കാണിക്കണം, വുമൺ ഓൺടർപ്രണേഴ്സിന്റെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന ഒരാളാണ്. അപ്പം വുമൺസിനോട് പറയാൻ എന്താണുള്ളത്? ലൈക്ക് അവരുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന രീതിയെ കുറിച്ച് എന്താണ് അഡ്വൈസ് ഉള്ളത്? അപ്പോൾ നമുക്ക് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് പേഴ്സണൽ ബ്രാൻഡിങ് ജെൻഡർ ബയസ് ഇല്ലാതെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എവ്രിബഡി ഹൂ എവർ, ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റിംഗ് പണ്ടത്തിൽ നിന്ന് ഇന്ന് വളരെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. എവ്രിബഡി ഈസ് ഹിയർ, നോട്ട് ഇൻ ദ റിയൽ വേൾഡ്. അപ്പോൾ യു ഹാവ് ടു ബിൽഡ് യുവർ ബ്രാൻഡ് ഫിസിക്കലി ഇവിടെ നമ്മൾ നിൽക്കുന്ന ലോകത്തും പിന്നെ ഒരു വെർച്വൽ വേൾഡിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കണം. ദാറ്റ്സ് വൈ പേഴ്സണൽ ബ്രാൻഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഐ എം ഹാപ്പി ടു സീ ദാറ്റ് ഒരുപാട് മെയിൽസ് ഇപ്പം പോഡ്കാസ്റ്റ്സിൽ വരുന്നുണ്ട്. ആൻഡ് സൽമാനെ ഞാൻ ശല്യപ്പെടുത്താനുള്ള റീസൺ വാസ്, ഞാൻ എപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴും ആണുങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, പെണ്ണുങ്ങളെ കാണുന്നില്ല. സോ അതിന്റെ റീസൺ എന്താ വെച്ചാൽ പെൺകുട്ടികൾ മീൻസ് വുമൺ ഓൺടർപ്രണേഴ്സ് ബേസിക്കലി അവർക്ക് വരാൻ താല്പര്യമില്ല. ഒന്നോ രണ്ടു പേര് താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പല പ്രോബ്ലംസും നമ്മളിപ്പം എന്താ പറയുക, ഒരു മെന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ നാളെ ആണെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് വരും. മറ്റേ ഒരുപാട് ഫോർമാലിറ്റീസ് കഴിഞ്ഞ് ഒരു എത്തണം എന്നുണ്ടെങ്കിൽ സമയം ഭയങ്കര. യെസ്, ദാറ്റ്സ് വൈ ഐ എം ഹിയർ ടുഡേ. കാരണം എന്താന്ന് വെച്ചാല് നമ്മളത് വരുമ്പോഴും ലൈക്ക് യു ക്യാൻ ബി കംഫർട്ടബിൾ ടോക്കിംഗ് എന്നുള്ള ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ എന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നല്ല, ഏത് പ്ലാറ്റ്ഫോമിലായാലും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളെപ്പോഴും പോഡ്കാസ്റ്റ് എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയി. ഒരു പ്ലാസ്റ്റിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു ക്വസ്റ്റ്യൻസും ഇതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഈ ഒരു പ്രോഗ്രാം. കാരണം ഇന്നലെ രാത്രി എന്നെ വിളിച്ചു ഇന്നൊരു പോഡ്കാസ്റ്റ് ചെയ്യണം, ഞാനത് വരുന്നു, രാവിലെ അവിടെ എത്തും, ഉച്ചയ്ക്ക് നമുക്കിരിക്കാം, ഈ ഒരു സാധനമാണല്ലോ. അപ്പം ഞാൻ അഫ്താബിനെ വിളിച്ചു, നസറിനെ വിളിച്ചിട്ടില്ല, എന്താ ചെയ്യേണ്ടത്? ഞാൻ പോരെ നമുക്ക് ഇരിക്കാം എന്തായാലും. It's a heart-to-heart talk. Like, so we keep talking to each other. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. So in fact it's very easy. Commonly നമുക്ക് ഇരുന്ന് ഒരു ചിറ്റ് ചാറ്റ് ചെയ്യുന്ന പോലെ maybe a camera is kept over there. It's a usual chat. So maybe it inspires someone, നേരത്തെ പറഞ്ഞ പോലെ. Also ഈ പറഞ്ഞ പോലെ I think some things spontaneous ആണെങ്കിലും you just have to do it, because the more you wait it never happens. But there is no right time for anything. You feel like doing something, I feel that just do it. That's it. Definitely. അപ്പോൾ അഫ്താബ് ഖാനെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷനിലൊക്കെ അല്ലെങ്കിൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിയിലൊക്കെ അത്യാവശ്യം ഇൻവോൾവ്മെന്റ് ചെയ്യുന്ന ഒരു ഏജൻസി, ഇന്ന് വൺ ഓഫ് ദ പ്രീമിയം ഏജൻസി അല്ലെങ്കിൽ പ്രൈം സർവീസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് എക്സ്പ്രസ് ഗ്ലോബൽ. ലാസ്റ്റ് മന്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ വെഡ്സ് ഇന്ത്യയുടെ ഒരു ക്യാമ്പയിൻസ്, രശ്മിക മന്ദാനൊക്കെ വന്ന ക്യാമ്പയിൻസ്, ഒരു കേരളം മൊത്തം ഒരു ഇളക്കി മറിച്ചൊരു പരിപാടിയായി മാറി സോഷ്യൽ മീഡിയയിൽ, റൈറ്റ്? അപ്പം അങ്ങനെ നമുക്ക് അതുപോലെ ഒരു ഏജൻസി ഒഗിൽവി പോലെ അല്ലെങ്കിൽ അതുപോലെ ഷബാങ് പോലുള്ള ഏജൻസി നമ്മുടെ നാട്ടിൽ നിന്നും ഗ്രോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാട്ടാൻ വേണ്ടി ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ബാക്കൗട്ട് അടിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല, അത് വേറെ. അപ്പം കാരണം വെച്ചാൽ അങ്ങനെ അസോസിയേഷൻസിലേക്ക് പോവുക, നമ്മൾക്ക് ഒരുമിച്ചൊരു ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് ബിസിനസ് എന്ന് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് അസോസിയേഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഇപ്പോഴുള്ള കറണ്ട് വരുന്നൊരു മാർക്കറ്റ് ഉണ്ട്. അതായത് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നു അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്തെങ്കിലുമൊക്കെ ചെയ്തു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞാൻ തന്നെയാണ് ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ പിറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റാണ്. ഒരു കോഴ്സ് എടുത്ത ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. MBA കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം
അതിൻ്റെ അപ്പം അഫ്താബ്ക്ക് MBA കഴിഞ്ഞാണ് റൈറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് 6-7 years ആയി എക്സ്പ്രസോ ഗ്ലോബലിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് നേരത്തെ അടുത്തൊരു എന്താ പറയുക ഒരു ഓൺടർപ്രണർക്ക് ബ്രാൻഡിങ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഓൺടർപ്രണറോട് പറയാനുള്ള ഒരു അഡ്വൈസും അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ്. സോ പ്ലീസ്. ഇറ്റ്സ് ലൈക്ക് ഇൻഡസ്ട്രി ഈസ് ക്വയർ ഇൻട്രസ്റ്റിംഗ്. അപ്പം ആക്ച്വലി പൊതുവേ ഒരു മോണോട്ടോണസ് ജോബൊന്നുമല്ല. എവറി ടൈം യു വോണ്ട് ബി ഓൺ ദ എഡ്ജ്, എവറി ടൈം യു വോണ്ട് ട്രൈ ഔട്ട് ഡിഫറെൻറ്റ്. ഇന്ന് രാവിലെ ഈവൻ വി ഹാഡ് എ മീറ്റിംഗ് വിത്ത് ഇപ്പോൾ നമ്മുടെ അർജുൻ മോഹൻ്റെ അടുത്ത് മോർണിംഗ് മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇരുന്ന് ഡിസ്കസ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇന്നലെ വി ഹാഡ് എ മീറ്റിംഗ്. സോ ഓർവെൽ ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ എത്ര സമയം കൂടുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാറും? ആക്ച്വലി നമ്മളൊരു ക്വാർട്ടർലി ആണോ ഇത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്, ഒരു പ്ലാൻ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 6 monthsലാണോ നമ്മൾ മാറുക, അല്ലെങ്കിൽ ഒരു 1 yearലാണോ മാറുക? അപ്പോൾ അർജുൻ മോഹൻ പറഞ്ഞ സാധനം ലൈക്ക് 1 month കൂടുമ്പോൾ തന്നെ സ്ട്രാറ്റജി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മെറ്റൻ്റെ അൽഗോരിതംസ് മാറി. അതോ ഇൻഫാക്ട് അത് ഈ ഇൻഡസ്ട്രി ഭയങ്കര അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്, ഭയങ്കര ഇവോൾവിങ്. അപ്പം സോ ബേസിക്കലി ഐ വുഡ് സേ അഡ്വൈസ്. പിന്നെ ഇതിന് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട്, ഐ ഡോണ്ട് തിങ്ക് നമ്മൾ കുറേ വർഷങ്ങളോ അല്ലെങ്കിൽ മറ്റേ ധ്യാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് അതിൻ്റെ ഒരു നാക്ക്, അതിൻ്റെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മളൊരു ഒബ്സർവേഷൻ സ്കിൽ നമ്മൾ ഭയങ്കര കീൻ ഒബ്സർവേഴ്സ് ആവണം. ആക്ച്വലി ഈ പറയുകയാണെങ്കിൽ എനിത്തിങ് ഇൻ അറൗണ്ട് ദ വേൾഡ്, റോട്ടിൽ നടക്കുന്നതോ ഇത് ഷോപ്പിംഗ് മാളിൽ നടക്കുന്നതോ, എനിവേ ഗോ അറൗണ്ട് ഗുഡ്, നല്ലൊരു ഒബ്സർവർ ആവണം ആക്ച്വലി. പിന്നെ ആളുകൾ എങ്ങനെ ഏതിന് എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു, ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യും, മീൻസ് നല്ലൊരു ഒബ്സർവർ ആയിക്കഴിഞ്ഞാൽ തന്നെ ഐ തിങ്ക് ഹാഫ് ഓഫ് ദ ജോബ് ഇസ് ഡൺ. ആക്ച്വലി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. സോ മേ ബി വി ഡോണ്ട് ലുക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി there are lots of people who travel in the brand പല ആൾക്കാരും they travel in the local trains to identify എന്താണ് റിയൽ ലൈഫ്, വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്. സോ നമുക്കെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരെയും മീറ്റ് ചെയ്യാനും അവരുടെ നീഡും റിക്വയർമെൻറ്റ്സും മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡീൽ വിത്ത് ദ ബ്രാൻഡ് ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് കൈൻഡ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഒരു ഹൈപ്പർ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ എൻഡ് കസ്റ്റമർ എല്ലാവരും അതിൽ വരുന്നത്. അപ്പോൾ ഒരു ഫാഷൻ ബ്രാൻഡ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സ് വാങ്ങുന്ന, ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം നമ്മളിവിടുത്തെ റീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇമോഷൻസും എല്ലാവരുടെയും തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ ആൾക്കാരെങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ഷൂസിൽ ഇറങ്ങി നമുക്ക് എന്ന് ചിന്തിക്കാൻ പറ്റുന്നോ, അന്ന് മുതൽ ആക്ച്വലി നമ്മൾ നല്ലൊരു മാർക്കറ്റിലാണ് അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു ബേസ് കേട്ടോ. പിന്നെ അതിന്റെ ടെക്നോളജി ടീം ബിൽഡിംഗ് അതൊക്കെ വേറെ, പക്ഷെ ഇറ്റ്സ് ലൈക്ക് ആസ് എ പേഴ്സൺ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്കിൽ അതാ. അതായത് ഇപ്പം നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മുടെ സ്കിൽ ഒബ്സർവേഷനിലായിരിക്കണം. എന്തൊക്കെ മാർക്കറ്റിൽ നടക്കുന്നു, വാട്ട് കൈൻഡ് ഓഫ് പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നു. ഇപ്പം ഇതിൽ ഞാൻ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൽ ഇപ്പം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, വീഡിയോ ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റൂ, അത്രയേ ഉള്ളൂ പണി എന്നുള്ള ലെവലിലേക്ക് കുറേ ആൾക്കാർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇൻഡസ്ട്രി അറിഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണോ നമ്മൾ അറിയേണ്ടത് ആ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ചുള്ള കോണ്ടന്റ് എന്ന് പറയുന്ന ഒരു സൈഡ് മാത്രമാണ്. പക്ഷെ അതിൻ്റെ ഒരുപാട് ഇപ്പം ഇവൻറ്റ്സ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, നെറ്റ്വർക്കിങ്സ് ഉണ്ട്, മേ ബി അങ്ങനത്തെ ഒരുപാട് പ്രാക്ടീസസ് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് അവിടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ബിൽഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പം നെസൻകോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് 7 months. അപ്പോൾ അതിന് മുമ്പ് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ലൈക്ക് ഒരു സീരിയൽ ഓൺടർപ്രണർ ആണ്, എഡ്യൂക്കേഷനിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പിന്നെ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ ഒരുപാട് എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് പറയുകയാണെങ്കിൽ എന്താണ് നസറിൻ? ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് ഐ വർ ടു ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ എ ക്രിസ്പ് മാനർ, 15+ years എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ജോബ് അബ്രോഡിലായിരുന്നു. ദെൻ ഐ വാസ് പ്ലേസ്ഡ് ഇൻ സൗദി അരാംകോ. അപ്പം അരാംകോയിലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. അവിടുത്തെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ മൾട്ടി ഡൈവേഴ്സ് കൾച്ചറിന് അക്കസ്റ്റംഡ് ആയി, കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് US എംബസി സ്കൂൾസിൻ്റെ കരിക്കുലം ഹെഡായിട്ട് വർക്ക് ചെയ്തു. സോ അഗൈൻ അതിലും ഒരുപാട് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസസ്. എനിക്ക് എന്തോ ഭാഗ്യവശാൽ ഒരുപാട് സീനിയർ ലീഡർഷിപ്പ് റോൾസ് വളരെ യങ് ഏജിൽ കിട്ടി.
അപ്പോൾ ആ ഒരു എക്സ്പോഷറും എക്സ്പീരിയൻസും കിട്ടിയതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഞാൻ ഓൺട്രപ്രണർഷിപ്പിലേക്കും ഇറങ്ങി. ആൻഡ് മോസ്റ്റ്ലി ഇറ്റ് ഇസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ദറ്റ് ഐ സ്റ്റാർട്ടഡ്. എത്ര പിന്നെ പ്രിൻസിപ്പൽസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്? 2000+ പ്രിൻസിപ്പൽസിനെ ഇപ്പൊ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. 10+ Easily ചെയ്തിട്ടുണ്ടാവും. 10ഓളം സ്റ്റേറ്റ്സിൽ നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ദാറ്റ്സ് സെപ്പറേറ്റ്. ഞാൻ ഒരു 7 വർഷമായി ഇന്ത്യയിൽ സെറ്റിലായിട്ട് എല്ലായിടത്തും പോയി ഒക്കെ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി വന്നിട്ട്. പിന്നെ ഇവിടെ വന്ന് ഒരു 5 years ബാക്ക് ഒരു NGO ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്പിൾ NGOസും ഗവൺമെൻറ് പ്രോജക്ട്സ് സ്പെസിഫിക്കലി എഡ്യൂക്കേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് പ്രോജക്ട്സ്, ട്രെയിനിങ് ഓൺട്രപ്രണർഷിപ്പ് ടു സ്റ്റുഡൻസ് ഫ്രം സ്കൂൾസ് ആൻഡ് കോളേജസ്, അതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഗ്രോത്തിലും വളരെ നല്ല ലീഡേഴ്സിൻ്റെ ഒരു കൈ ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഐ ഡോണ്ട് ബിലീവ് ഐ ഗ്രൂ ബൈ മൈ സെൽഫ് ദെയർ. നെയിം എടുത്ത് പറയുകയാണെങ്കിൽ ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, ഉദ്യം. അതിൻ്റെ ഫൗണ്ടർ മെക്കിൻ മഹേശ്വരി ഫ്ലിപ്കാർട്ടിൻ്റെ ചീഫ് പീപ്പിൾ ഓഫീസർ ആയിരുന്നു. ആളും കൃഷ്ണൻ രംഗനാഥൻ കോ ഫൗണ്ടറും. അവർ രണ്ടുപേരും എന്നിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് റോളിലാണ് എന്നെ ഇട്ടിരുന്നത്. പാൻ ഇന്ത്യ എനിക്ക് കുറേ സ്റ്റേറ്റ്സുമായിട്ട് ഇടപഴകാനുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ കൃഷ്ണൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എപ്പോഴും, ഇങ്ങനെ നസ്രീനെ ഭയങ്കര എത്തിപ്പെടാൻ പറ്റാത്ത അത്രയുള്ള എന്തെങ്കിലും ചാലഞ്ച് കൊടുത്താലാണ് അവൾക്ക് എക്സൈറ്റ്മെന്റ് കിട്ടുള്ളൂ എന്ന്. സോ എൻ്റെ ടീം പിന്നീട് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഡ്യൂട്ടി എപ്പോഴും ഇങ്ങനെ ഓക്കെ വാട്ട് ഇസ് നോട്ട് റീച്ചബിൾ ബൈ ഹെർ എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഈസി ആയിട്ടുള്ള ടാസ്ക് ഒന്ന് അസൈൻ ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ഇൻട്രസ്റ്റ് എന്നുള്ളതായിരുന്നു. സോ ഐ ഫീൽ എൻ്റെ ജേർണിയിൽ എന്ന് പറഞ്ഞാൽ ദർ ഹാസ് ബീൻ എഡ്യൂക്കേഷൻ, ദർ ഹാസ് ബീൻ ഓൺട്രപ്രണർഷിപ്പ്, ആൻഡ് ദർ ഹാസ് ഓൾസോ ബീൻ സർട്ടൻ amount of jobs that I took up, because I used to do a lot of things at the same time, because I used to always believe that എനിക്ക് എന്തോ എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു ലിമിറ്റഡ് ടൈമുള്ളൂ, ആ ലിമിറ്റഡ് ടൈമിൽ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാന്നുള്ളത്.